സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് തൃശൂരിൽ തുടക്കമായി. ഒരാഴ്ചയോളം നീണ്ടുനിൽക്കുന്ന മേള റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. 9 വർഷക്കാലത്തെ LDF സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന മേള. തൃശൂരിൽ അങ്ങനെ ഒരു പൂരത്തിന് കൂടി കൊടിയേറിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ എന്റെ കേരളം പ്രദർശന വിപണന മേള. കാത്തിരിക്കുന്നതാകട്ടെ വൈവിധ്യങ്ങളുടെ ഒരു ലോകവും. സർക്കാർ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും 189 സ്റ്റാളുകൾ, സംസ്ഥാനം കൈവരിച്ച നേട്ടങ്ങൾ, ആധുനിക സാങ്കേതിക വിദ്യയുടെ പരിചയപ്പെടുത്തൽ, കരിയർ ഗൈഡൻസ്, സ്റ്റാർട്ടപ്പ് മിഷൻ, കാർഷിക പ്രദർശന വിപണന മേള, സാംസ്കാരിക കലാപരിപാടികൾ, സെമിനാറുകൾ. അക്ഷരാർത്ഥത്തിൽ ഉത്സവ ലഹരിയിൽ അലിയുകയാണ് തൃശൂർ നഗരം. തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നടക്കുന്ന മേളയുടെ ഉദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മികച്ച സംഘാടനത്തോടെയാണ് മേള ഒരുക്കിയിരിക്കുന്നതെന്ന് മന്ത്രി കെ രാജൻ. കേരളത്തിലെ 9 വർഷക്കാലത്ത് ഈ നാട് കണ്ട ഏറ്റവും ശ്രദ്ധേയമായ വികസന പ്രവർത്തനത്തിൻ്റെ പരിച്ഛേദങ്ങൾക്ക് പുറമെ തൃശ്ശൂരിൽ കിഫ്ബി ഉൾപ്പെടെയുള്ള പദ്ധതികൾ കൊണ്ടുവന്ന പ്രത്യേകതകൾ ഉൾപ്പെടെ നേരിട്ട് കാണാം. ഈ സ്റ്റാളുകളിലൂടെ കേരളത്തിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും നടത്തിക്കൊണ്ടിരിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള സൗകര്യങ്ങൾ നേരിട്ട് അനുഭവിക്കാൻ അവസരം കിട്ടും. നേരിട്ട് ഇവിടെ സമീപിച്ചാൽ അതിന് പെട്ടെന്ന് പരിഗണനയും ലഭ്യമാണ്. Thrissur, known as the cultural capital of Kerala, is famous for its vibrant festivals. മികച്ച ജനപങ്കാളിത്തം ഉറപ്പാക്കുന്നതാകും മേളയെന്ന് അടിവരയിടുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. കേരള സർക്കാർ കഴിഞ്ഞ 9 വർഷങ്ങളായിട്ട് കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യവുമായി ബന്ധപ്പെട്ട് ബൃഹത് പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജനക്ഷേമകരങ്ങളായിട്ടുള്ള സമഗ്ര പദ്ധതികളും നടപ്പാക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം വിശദാംശങ്ങൾ ജനങ്ങളുടെ സമക്ഷം അവതരിപ്പിക്കാനും അതുപോലെ വ്യത്യസ്തങ്ങളായ ഏജൻസികൾ സർക്കാർ സഹായത്തോടു കൂടി തയ്യാറാക്കുന്ന ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യാനുമൊക്കെ സഹായകരമായ വിധത്തിൽ വിശദമായി തയ്യാറാക്കിയിട്ടുള്ള ഒന്നാണ് ഈ പ്രദർശന വിപണന മേള. സർക്കാരിന്റെ വികസന പദ്ധതികൾ വിശദീകരിക്കുന്ന സ്റ്റോളുകൾക്ക് പുറമെ അറിവും വിനോദവും മേള ഇവിടെ എത്തുന്നവർക്ക് സമ്മാനിക്കും. കായിക കേരളത്തിന്റെ വികസനങ്ങൾ അടയാളപ്പെടുത്തുന്ന സ്റ്റോളാണിത്. പക്ഷെ ഇവിടെ എത്തിയാൽ കുട്ടികളെന്ന് വേണ്ട മുതിർന്നവർക്ക് വരെ കായിക പരിശീലനങ്ങളിൽ ഏർപ്പെടാം. ഏറ്റവും കൂടുതലായിട്ട് ക്രൗഡ് വരുന്നത് നമ്മുടെ സ്പോർട്സിൽ തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഒരുപാട് കളിക്കാനുള്ള ഉപകരണങ്ങൾ ഇവിടെ നിറയുണ്ട്. ഒന്നാമത് ആർച്ചറി, പിന്നെ ബോൾ ഇൻ ദ ബാസ്ക്കറ്റ്, പിന്നെ റിങ്സ്, പിന്നെ ബോൾ ത്രോ, ഫുട്ബോള്, അങ്ങനെ ഒരുപാട് ഇവന്റ്സ് ഉള്ളത് കൊണ്ട് കുട്ടികൾ ഒരുപാട് ആകർഷിക്കുന്നുണ്ട് ഇതിലേക്ക്. കായിക മേഖലയിൽ കഴിഞ്ഞ 9 വർഷം നടപ്പാക്കിയ വികസനങ്ങൾ മേള ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. ലഹരിക്കെതിരായി സംസ്ഥാനത്ത് നടക്കുന്ന പോരാട്ടങ്ങളെ ചേർത്തു നിർത്തുകയാണ് മേള. എക്സൈസ്, പോലീസ് തുടങ്ങി വിവിധ വകുപ്പുകൾ ലഹരിക്കെതിരായി നടത്തുന്ന പോരാട്ടം ഒരു ഓർമ്മപ്പെടുത്തലാണ്. വിദ്യാഭ്യാസ മേഖലയിൽ കേരളം കൈവരിച്ച നേട്ടത്തെ തുറന്നുകാട്ടുന്നതാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്റ്റോൾ. എന്താ കാണുന്നത് ഇപ്പൊ അവിടെ പേടിക്കണ്ടോ? എന്താ കണ്ട പേടിക്കാൻ? പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സ്റ്റോളാണ് കണ്ടത്. ഇപ്പോൾ ഈ കുട്ടിയെ കാണിച്ചത് നമ്മുടെ പുതിയ അധ്യയന രീതിയാണ്. അതായത് ഇതൊരു പ്രൊജക്ടർ സംവിധാനം, വെർച്വൽ റിയാലിറ്റി ലാബാണ്. ഇത് നമ്മുടെ SSK ആണ് സ്കൂളുകളിലേക്ക് കൊടുത്തിട്ടുള്ളത്. തൃശ്ശൂർ ജില്ലയിലെ GVHSS ദേശമംഗലത്താണ് നമ്മൾ ആദ്യമായിട്ടത് കൊടുത്തിട്ടുള്ളത്. കൊടുത്ത പ്രൊജക്ട് എന്തായിരുന്നത്? ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു ഹൈഡ്രോ ഇലക്ട്രിക് ഡാമാണ്. അതിപ്പോൾ മെയിനായിട്ട് ഇതിൽ നിന്ന് എങ്ങനെ ഇലക്ട്രിസിറ്റി ഡെവലപ്പ് ചെയ്യണോ എന്നൊക്കെ നമുക്ക് വെർച്വലി കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ടിങ്കറിംഗ് ലാബ്, വെർച്വൽ റിയാലിറ്റി ലാബ് തുടങ്ങി വിദ്യാഭ്യാസ മേഖലയുടെ ആധുനികവൽക്കരണം നേരിൽ കാണാനാകും ഇവിടെ എത്തുന്ന ഓരോരുത്തർക്കും. Who is R. Srikandan Nair? According to Wikipedia,
Shri Kamal Nair, AKS King, is a media personality, television anchor, veteran journalist and managing director of Flowers TV and 24 News. 24 വരെ നീണ്ടു നിൽക്കുന്ന മേളയുടെ ഭാഗമായി എല്ലാ ദിവസവും വിവിധ കലാ സാംസ്കാരിക പരിപാടികളും നടക്കും. പൊതുജനങ്ങൾക്കായി ഒട്ടേറെ മത്സരങ്ങളും സമ്മാന പദ്ധതികളും എൻ്റെ കേരളത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറയുന്നതിനൊപ്പം ജനോപകാരപ്രദവും അറിവുകൾ സമ്മാനിക്കുന്നതുമായ നിരവധി സ്റ്റോളുകളും ഇവിടെ കാത്തിരിപ്പുണ്ട്. ഒപ്പം ചില സസ്പെൻസുകളും. അത് കണ്ടു തന്നെ അറിയുക. ക്യാമറമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് ജി, 24.